ആദ്യ വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ നടി ഉർവശി. നടൻ മനോജ് കെ ജയനായിരുന്നു ഉർവശിയുടെ ആദ്യ ഭർത്താവ്. താൻ അക്കാലത്ത് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞതിന് കാരണമുണ്ടെന്നും ഉർവശി പറയുന്നു. കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് ആദ്യം വിവാഹബന്ധം ജീവിതത്തിൽ വലിയ മാറ്റമായിരുന്നുവെന്ന് ഉർവശി പറയുന്നു. രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിലാണ് ഉർവശിയുടെ തുറന്നു പറച്ചിൽ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നും ഇല്ലാത്ത ചിട്ടകളായിരുന്നു. അവർ വളരെ ഫോർവേഡായ ആൾക്കാരാണ്. കൂടുതൽ കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഡ്രിങ്ക്സ് വളരെ സരളമായി ഉപയോഗിക്കുന്നവരാണ് അവർ. അച്ഛനും അമ്മയും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, കാഷ്വൽ ആകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. അയ്യോ, ഇതൊന്നും സാധ്യമുള്ള കാര്യമാണോ എന്ന്. അതിൽ പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ചൊടുവിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ വയറ്റിപ്പിഴപ്പിന് ഓടേണ്ടി വന്ന അവസ്ഥയിലേക്ക് കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ ചേർന്ന് മറ്റൊരാളായിട്ട് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ വളരെ വൈകി. എനിക്ക് പ്രകടിപ്പിക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എൻ്റെ കുടുംബത്തോട് കാണിക്കാനുള്ള വാശി ഒരു ഭാഗത്ത്. കലചേച്ചിക്ക് എല്ലാം അറിയാമായിരുന്നു. കലചേച്ചി നിശബ്ദയായി എനിക്കൊപ്പം അത് നേരെയാക്കാൻ ശ്രമിച്ചു. ശ്രീദേവി മാഡത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹെവിയായി വർക്ക് ചെയ്യുന്നവർക്ക് റിലാക്സ് ചെയ്യാൻ അമ്മ ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് ചെന്ന് കയറിയ വീട്ടിലായിരുന്നു ആ എക്സ്പോഷൻ. ഒറ്റയാൾ പട്ടാളമായിരുന്നു. നമ്മളൊരു സമ്പാദ്യത്തിനുള്ള ആളാക്കുകയും ഇഷ്ടമില്ലാത്ത അതിനൊക്കെ പോകുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുമ്പോൾ മദ്യപാനം കൂടിയിരുന്നുവെന്നും ഉർവശി തുറന്നു പറഞ്ഞു. രണ്ടാമത് വിവാഹം ചെയ്ത ഭർത്താവ് ശിവപ്രസാദിനെ കുറിച്ചും ഉർവശി സംസാരിച്ചു. ഒരുപാട് കുറവുകളുള്ള മനുഷ്യനാണ്. പച്ചയായ മനുഷ്യരാണ്. എല്ലാ വികാര വിചാരങ്ങളും അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നല്ലത്. മറ്റൊരു മുഖം ഒളിപ്പിച്ച് വെച്ച് പെരുമാറുന്നവരെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇതായിരുന്നു ഇവരുടെ യഥാർത്ഥ മുഖം. അപ്പോൾ അതെന്തായിരുന്നു എന്ന് തോന്നും. ഇത് നമ്മളെ വീണ്ടും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുമെന്നും ഉർവശി പറഞ്ഞു.